നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടർ ആദ്യപാദ മത്സരത്തിൽ നാളെയാണല്ലോ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ച് റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. പലപ്പോഴും ഈ UCL മത്സരങ്ങൾക്കൊക്കെ ഇറങ്ങുമ്പോൾ പെപ് ഗാർഡിയോള വളരെ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങളൊക്കെ ടീമിൽ വരുത്താറുണ്ട്. ചിലപ്പോൾ ഒരു സർപ്രൈസിങ് പ്ലെയറെ ഇറക്കും, അല്ലെങ്കിൽ ഫോർമേഷനൊക്കെ മാറ്റും, താരങ്ങളെ പൊസിഷൻ മാറ്റി കളിപ്പിക്കും. ഇതൊക്കെ നമ്മൾ എത്ര തവണ കണ്ടതാണ്. അൽവാരോ അർബിലോ പറയുന്നു, നാളെയും ഞാനൊരു സർപ്രൈസ് നീക്കം പ്രതീക്ഷിക്കുന്നുണ്ട്, അതിന് സജ്ജമായിട്ടാണ് ഇരിക്കുന്നത്, അതിനൊരുങ്ങിയാണ് ഇരിക്കുന്നത് എന്ന് ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അർബിലോ പറയുന്നു. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലേക്ക് നോക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഗാർഡിയോള എല്ലായ്പ്പോഴും ഒരു സർപ്രൈസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ അവരുടെ ടീം കാണുമ്പോൾ അത് പ്രതീക്ഷിക്കണം. കാരണം എല്ലായ്പ്പോഴും നമ്മൾ പ്രിപ്പയർഡായിരിക്കണം. കാരണം പലതരത്തിലുള്ള വേരിയേഷൻസ് അവരുടെ ടീമിൽ ഉണ്ടായേക്കാം. ഞാൻ വളരെ സർപ്രൈസ്ഡ് ആയിരിക്കും ഇഫ് ദയർ വാസ് നോ ന്യൂ സ്കീം ഓർ ന്യൂ പ്ലെയർ. അവരുടെ ടീമിൽ ഒരു പുതിയ സ്കീമോ പുതിയ പ്ലെയറോ ഇല്ലെങ്കിലായിരിക്കും ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആവുക. എല്ലായ്പ്പോഴും അത്തരത്തിലുള്ളൊരു അപ്രോച്ചും കൊണ്ടാണ് ഗാർഡിയോള വരിക എന്ന് അർബിലോ പറയുന്നു. അത് അർബിലോ ഒരു കാര്യം പറയുന്നുണ്ട്. മറുഭാഗത്ത് സിറ്റി വളരെ മികച്ച ടീമൊക്കെ ആയിരിക്കും, പക്ഷേ റയൽ മാഡ്രിഡ് എല്ലായ്പ്പോഴും ഫേവറിറ്റ്സ് ആണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡ് എല്ലായ്പ്പോഴും ഫേവറിറ്റ്സ് ആണ്. ഞാനത് പറയുന്നത് കൃത്യമായി അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. കാരണം നമുക്ക് മറ്റൊരു ടീമിനേക്കാളും ചെറുതാണ് നമ്മളെന്ന് തോന്നാൻ പാടില്ല. ഇത് റയൽ മാഡ്രിഡ് ആണ്. കാരണം നമ്മൾ ആ തരത്തിലുള്ളൊരു ഹിസ്റ്ററിയുള്ള ടീമാണ്. ഈ മത്സരം ബുദ്ധിമുട്ടായിരിക്കുമെന്നറിയാം, പക്ഷേ വി ആർ ഗോയിങ് ടു ഫേസ് ഇറ്റ് വിത്ത് ഗ്രേറ്റ് എന്തൂസിയാസം എന്നുകൂടി അർബിലോ പറയുന്നു. വലിയ പ്രതീക്ഷയോടുകൂടി, വലിയ ഒരു എന്തൂസിയാസത്തോടു കൂടി കളിക്കാൻ ഇറങ്ങുകയാണ്. സിറ്റിയെ തോൽപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. സാധിക്കുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.